നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ വില്ലൻ എ പത്മകുമാർ ആ സത്യങ്ങൾ ഉടൻ പുറത്തുവിടും. ദൈവതുല്യൻ കണ്ടർ മോഹനാണെന്ന് കേരളം ധരിച്ചെങ്കിൽ തെറ്റി. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ CPMലെ ഒന്നാമനാണെന്നും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് പിണറായി സർക്കാർ ഒത്താശ ചെയ്തെന്നും യുവതികളെ പ്രവേശിപ്പിച്ചത് സർക്കാരിൻ്റെ അറിവോടെയായിരുന്നുവെന്നും പത്മകുമാർ തുറന്നടിച്ചതോടെ CPM വെട്ടിലായിരിക്കുകയാണ്. പത്മകുമാറിനെ CPMൽ നിന്ന് പുറത്താക്കാനെടുത്ത തീരുമാനം കേവലം 3-4 മാസത്തെ സസ്പെൻഷനിലേക്ക് ഒതുക്കി പാർട്ടി തലയൂരി. കേരളത്തിൽ LDFന് പരമദയനീയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും CPMലെ മുൻ മന്ത്രിക്കുൾപ്പെടെ പങ്കുണ്ടെന്നുൾപ്പെടെ ഞെട്ടിക്കുന്ന തെളിവുകളോടെ താൻ ആത്മകഥ എഴുതുമെന്ന് പറയേണ്ട താമസം കാരണഭൂതനും ഗോവിന്ദനും ഉൾപ്പെടുന്ന സഖാക്കൾ ഞെട്ടി. സ്വപ്ന സുരേഷ് പുറത്തുവിട്ട സ്വർണ്ണക്കടത്തിലും ചെമ്പുകുടത്തിലും ഒരു വിധമാണ് ഇരട്ടച്ചങ്കൻ തലയൂരിയത്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ CPM നേതാക്കൾ ഇടപെട്ടുവെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ തെളിവടക്കമാണ് വെളിപ്പെടുത്തിയത്. താൻ പറയുന്നയാളെ നിയമിക്കാൻ മന്ത്രി കത്ത് നൽകിയെന്നും മന്ത്രിയുടെ ശുപാർശ കത്ത് ആത്മകഥയിലൂടെ പുറത്തുവിടുമെന്നും പത്മകുമാർ പറയുന്നു. തലസ്ഥാനത്തെ പാർട്ടി മന്ദിര നിർമ്മാണത്തിന് തട്ടിപ്പ് പണം ഉപയോഗിച്ചെന്നും ആരോപണമുണ്ട്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവ്വം മാറ്റി നിർത്തിയെന്ന് പത്മകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ശബരിമലയിലേക്ക് യുവതികളെ പോലീസ് ജീപ്പിലാണ് എത്തിച്ചതെന്നും അതിന് പദ്ധതിയിട്ടത് സർക്കാർ തന്നെയാണെന്നും കേരളം തിരിച്ചറിയുകയാണ്. യുവതീ പ്രവേശനം നടന്നതിൻ്റെ തലേ ദിവസം ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രമുഖൻ വിളിച്ച് തലസ്ഥാനത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പത്മകുമാർ വെളിപ്പെടുത്തിയത്. അർദ്ധരാത്രി തലസ്ഥാനത്തെത്തിയ താൻ പ്രമുഖന്റെ വീടിന് മുന്നിലെത്തിയെങ്കിലും കയറ്റിവിട്ടില്ല. അതേസമയം ശബരിമലയിൽ യുവതികൾ മലയിലെത്തുകയും ചെയ്തു. യുവതീ പ്രവേശനം താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നും പത്മകുമാർ വെളിപ്പെടുത്തി. പത്മകുമാറിനെ പുറത്താക്കണമെന്ന ജില്ലാ കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിലും ചെറിയൊരു സസ്പെൻഷനിൽ എല്ലാം സെറ്റപ്പാക്കി. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്, VN വാസവൻ എന്നിവർ ചേർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം. നടപടിയെടുത്താൽ ശബരിമലയിലെ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് പത്മകുമാർ സുഹൃത്തുക്കളോടും CPM നേതാക്കളോടും പറഞ്ഞിരുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി ലഘൂകരിച്ചതെന്നാണ് സൂചന. കട്ടിളപ്പാളി കേസിൽ 8ാം പ്രതിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ് 2025 നവംബർ 20-ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കവർച്ച, പത്മകുമാറിന്റെ കൂടി തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളും തെളിവുകളും ശേഖരിച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യലും അറസ്റ്റും. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെ മറ്റു പ്രതികൾക്കൊപ്പം പത്മകുമാറിന് ജാമ്യം കിട്ടി. യുവതീ പ്രവേശന സമയത്ത് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് ഫോൺ രേഖകൾ പരിശോധിച്ചാൽ കണ്ടെത്താമെന്ന് എ പത്മകുമാർ പറഞ്ഞതോടെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പിണറായിയുടെ പങ്ക് പുറത്തുവരികയാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറിയ വാർത്തയറിഞ്ഞ് പിറ്റേ ദിവസം മുഖ്യമന്ത്രി കണ്ടപ്പോൾ ഇതിനാണോ എന്നെ ഇവിടേക്ക് വിജയേട്ടൻ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു. പപ്പനെ ഞാൻ വിളിച്ചില്ലല്ലോ എന്നായിരുന്നു മറുപടി. തുടർന്ന് PS-നെ വിളിച്ച പിണറായി താൻ എന്തിനാ പപ്പനെ വിളിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. പിന്നീട് PS-നെ കണ്ടപ്പോൾ താൻ എന്നോട് പിണങ്ങണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് തന്നെ ഇവിടേക്ക് വിളിപ്പിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും വിവരങ്ങൾ പത്മകുമാർ പുറത്തുവിട്ടതോടെ CPM പ്രതിരോധത്തിലായി. റാന്നി പെരുന്നാട്ടിൽ നിന്നുള്ള ചില സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതിനുള്ള നീക്കങ്ങൾ അന്നത്തെ ഒരു MLAയുടെ നേതൃത്വത്തിൽ നടന്നെങ്കിലും പത്മകുമാർ സമ്മതിക്കാതിരുന്നതാണ് തടസ്സമായതെന്നും പറയപ്പെടുന്നു. രജിസ്റ്ററിൽ ചെമ്പുപാളി എന്നെഴുതിയത് തൻ്റെ കൈയക്ഷരമല്ലെന്നും എല്ലാം തുറന്നെഴുതുമെന്നുമാണ് ഭീഷണി. ശബരിമലയിൽ നിന്ന് സ്വർണം കവരുന്നതിന് 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തുവെന്നും കൂട്ടുനിന്നതിലൂടെയും കൃത്യവിലോപം നടത്തിയതിലൂടെയും കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നുമാണ് പത്മകുമാറിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. 3.5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് പത്മകുമാർ ജാമ്യത്തിലിറങ്ങിയത്. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രമായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. അടുത്തിടെ പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി.